പ്രത്യേകിച്ച് ഷമ്മിച്ചേട്ടൻ കുറച്ചുകൂടെ പ്രായമായപ്പോൾ ഒരു യങ് തിലകനങ്ങളുടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഷമ്മിച്ചേട്ടനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയിൽ ഷമ്മിച്ചേട്ടൻ കുറച്ച് പ്രായമായ ഒരു അപ്പിയറൻസ് ഉണ്ട്. ഓഫ്കോഴ്സ് അത് മേക്കപ്പാണ്, പക്ഷേ എനിക്ക് ആ അപ്പിയറൻസിൽ ഒരുപാട് തിലകനങ്ങളിനെ ഓർമ്മ വന്നു. കാരണം ഞാൻ തിലകനങ്ങളുടെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിൽ ഏറ്റവും ഞാൻ നല്ല സിനിമകളിൽ ഒന്നെന്ന് വിശ്വസിക്കുന്ന ഇന്ത്യൻ റുപ്പിയിൽ കുറച്ചധികം നാളുകൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം സ്പെൻഡ് ചെയ്തിരുന്നു. അതിൽ തിലകനങ്ങളിലുള്ള ക്യാരക്ടർ അപ്പിയറൻസും ഇതിൽ ഷമ്മിച്ചേട്ടൻ്റെ ഓൾഡ് അപ്പിയറൻസും എനിക്ക് സിമിലർ ആയിട്ട് തോന്നി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഷമ്മിച്ചേട്ടൻ്റെ മുഖത്തും ഷമ്മിച്ചേട്ടൻ അഭിനയിക്കുന്ന രീതിയിലുമെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് തിലകനങ്ങളിനെ ഓർമ്മ വന്നു. ദെൻ ഓഫ് കോഴ്സ് ജനറ്റിക്കലി സിമിലാരിറ്റീസ് ഉണ്ടാവുമല്ലോ. ഷമ്മിച്ചേട്ടൻ്റെ ശബ്ദം, ഷമ്മിച്ചേട്ടൻ ചില സമയങ്ങളിൽ ചില ഡയലോഗ്സ് ത്രോ ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കരമായിട്ട് തിലകനങ്ങളിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഈ കഥാപാത്രത്തിനുമുണ്ട് ഒരു തിലകനങ്കിൾ വൈബുണ്ട് ഈ കഥാപാത്രത്തിന്. ഈ ഒരു പക്ഷേ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ ഒരു 20-25 വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും ഭാസ്കരൻ മാഷ് തിലകനങ്ങളായിരുന്നേനെ എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. മോഹനൻ മറ്റാരെങ്കിലും ആയിരിക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നു ഭാസ്കരൻ മാഷ് ഉറപ്പായിട്ടും തിലകനങ്ങളായിരുന്നേനെ എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ ലൈക്ക് ഐ സെഡ്, ഞാൻ ഈ സിനിമയുടെ അവസാന ദിവസത്തെ ഷൂട്ടിംഗ് നമ്മൾ ടെയിലൻ്റ് ഷൂട്ട് ചെയ്യാൻ ഒന്നുകൂടെ മറയൂർ പോയപ്പോൾ ഞാൻ ഷമ്മിച്ചേട്ടനോട് പറഞ്ഞ കാര്യമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഷമ്മിച്ചേട്ടൻ്റെ എല്ലാ സിനിമകളും കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഷമ്മിച്ചേട്ടൻ്റെ സിനിമകളിൽ ഐ ട്രൂലി ബിലീവ് ദിസ് ഇസ് ഹിസ് ഫൈനസ്റ്റ് പെർഫോമൻസ്. സോ ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഓൾ ഓഫ് യു വാച്ചിങ് വാട്ട് ഹി ഈസ് ഡൺ.